ശബരിമല സ്വർണ്ണമോഷണ വിവാദത്തിൽ ദേവസ്വം ബോർഡും സർക്കാരും ഒരുപോലെ പ്രതിരോധത്തിലായിരിക്കുമ്പോൾ പ്രതിപക്ഷം അത് സർക്കാരിനെതിരെയുള്ള ആയുധമാക്കി മാറ്റുകയാണ്. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്നും പ്രതിഷേധത്തിന്റെ ചൂടറിഞ്ഞു നിയമസഭ. തുടർച്ചയായ മൂന്നാം ദിവസവും സംഘർഷഭരിതമായിരുന്നു നിയമസഭ. ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ പോർവിളിയിൽ സഭയിൽ മുഴങ്ങിക്കേട്ടു. ദേവസ്വം മന്ത്രി രാജിവെക്കാതെ സഹകരിക്കില്ല എന്നതായിരുന്നു പ്രതിപക്ഷം ആവർത്തിച്ച് നിലപാടെടുത്തത്. എന്നാൽ പ്രതിപക്ഷം വസ്തുതകളെ ഭയക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയത്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷാംഗങ്ങളും നേർക്കുനേർ വരുന്നതാണ് നമ്മൾ ഇന്ന് സഭയിൽ കണ്ടത്. സാർ, ഞങ്ങൾ സഭാ നടപടികളുമായി കഴിഞ്ഞ 2 ദിവസമായി നിസ്സഹകരിക്കുക. സാർ, ഇവിടെ ശബരിമലയിലെ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി വിറ്റിരിക്കുക. സാർ, അതോടൊപ്പം ശബരിമലയിലെ കട്ടളപ്പടി കൂടി കടത്തിയിരിക്കുകയാണ് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് വന്നിരിക്കുന്നത്. സാർ, അതുകൊണ്ട് ദേവസ്വം മന്ത്രി രാജിവെക്കുകയും ദേവസ്വം ബോർഡ് അംഗങ്ങളെ പുറത്താക്കുന്നതും വരെ ഞങ്ങൾ സഭയുമായി സഹകരിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. സാർ, പാർലമെന്ററി രീതി അനുസരിച്ച് ഏത് പ്രതിപക്ഷത്തിനും സഭയിൽ ആവശ്യങ്ങൾ ഉന്നയിക്കാം. സാർ, അങ്ങ് പലവട്ടം ചോദിച്ചല്ലോ എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന്. അവരിതേവരെ ഉന്നയിക്കാൻ തയ്യാറായോ? സാർ, എന്താണ് അവർ ഭയപ്പെടുന്നത്? അവരെ ഉന്നയിച്ചാൽ ഉന്നയിക്കുന്ന ഏത് പ്രശ്നത്തിനും വിശദീകരണം നൽകാൻ ഞങ്ങൾ തയ്യാറാണല്ലോ. അവർ ഭയപ്പെടുന്നു, വസ്തുതകളെ ഭയപ്പെടുന്നു. വസ്തുതകൾ അവർക്ക് വലിയ വിഷമകരമായ രീതിയിൽ ഉയർന്നു വരും. അത് ഭയപ്പെട്ടുകൊണ്ട് ഒന്നും സഭയിൽ ഉന്നയിക്കാൻ തയ്യാറല്ല. അതേസമയം വല്ലാത്തൊരു പുകമറ സൃഷ്ടിക്കാൻ നോക്കുക. സർ, പുകമറ സൃഷ്ടിക്കാൻ എളുപ്പമാണ്. ഇന്നിപ്പോൾ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും മൗനം വെടിയുന്നതാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം ഇന്ന് സഭയിൽ പ്രതികരിക്കാൻ തയ്യാറായി. പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുന്നത് കണ്ടു. താൻ ഒരു വ്യവസായിക്ക് സ്വർണ്ണപ്പാളി നൽകി അല്ലെങ്കിൽ ദ്വാരപാല വിഗ്രഹം നൽകി എന്ന് പറയുന്നത് അതെന്തടിസ്ഥാനത്തിലാണ്, അത് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്ന കടകംപള്ളിയെ നമ്മൾ കണ്ടു. റോഷിപാലാണ് ചേരുന്നത്. റോഷിപാൽ, നാടകീയമായിരുന്നു ഇന്നും സഭയിലെ രംഗങ്ങൾ. പ്രതിപക്ഷാംഗങ്ങൾ മാത്രമല്ല, ഭരണപക്ഷവും നടുത്തളത്തിലേക്ക്, മന്ത്രിമാർ തന്നെ നടുത്തളത്തിലേക്ക് ഇറങ്ങുന്ന അവസ്ഥ. വനിതാ വാച്ചന്മാരെ നിരത്തി നടുത്തളത്തിലേക്ക് അല്ലെങ്കിൽ സ്പീക്കറുടെ ഡയസിലേക്ക് പ്രതിപക്ഷാംഗങ്ങൾ എത്താതിരിക്കാനുള്ള പ്രതിരോധം തീർക്കൽ, അതിന് പിന്നാലെയുണ്ടായ സംഘർഷം, അങ്ങനെ ഇന്നും സംഭവ ബഹുലമായിരുന്നു സഭ. പക്ഷേ മുഖ്യമന്ത്രി, മുൻ ദേവസ്വം മന്ത്രി ഇവരൊക്കെ തന്നെയും ശബരിമല സ്വർണ്ണമോഷണ വിവാദത്തിൽ പ്രതികരിക്കാൻ, സഭയിൽ തന്നെ പ്രതികരിക്കാൻ തയ്യാറായി എന്നതാണല്ലേ? വിനീത, നിയമസഭയിൽ വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷം തീരുമാനമെടുത്തിരിക്കുന്നത്. ചോദ്യോത്തരവേളയുടെ തുടക്കത്തിൽ തന്നെ മന്ത്രി VN വാസുവിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണ്. പക്ഷേ ഇന്ന് പ്രതിഷേധം തടയാൻ വാച്ച് ആൻഡ് വാർഡർമാർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സഭ സ്തംഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയില്ല. എന്നാലും നാടകീയ രംഗങ്ങൾക്ക് സഭ സാക്ഷ്യം വഹിച്ചു. കാരണം വാച്ച് ആൻഡ് വാർഡർമാരെ തള്ളിമാറ്റി ഡയസിലേക്ക് കയറാനുള്ള ശ്രമം പ്രതിപക്ഷാംഗങ്ങൾ നടത്തിയപ്പോഴാണ് മന്ത്രിമാർ തന്നെ നടുത്തളത്തിലേക്ക് കുതിച്ചെത്തിയത്. പ്രതിപക്ഷാംഗങ്ങൾക്ക് നേരെയാണ് മന്ത്രിമാർ എത്തിയത്. അപ്പോൾ തന്നെ വാച്ച് ആൻഡ് വാർഡർമാർ ഇരുവിഭാഗങ്ങൾക്കിടയിൽ ഒരു സുരക്ഷാ മതിൽ പോലെ തീർത്തതുകൊണ്ട് ആ സംഘർഷം ഒഴിവായി. എന്നാൽ പോലും പരസ്പര വാക്കേറ്റമായിരുന്നു, പോർവിളിയായിരുന്നു. അത് ഏറെ നേരം നീണ്ടപ്പോൾ സഭാ നടപടികൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. പിന്നീട് പുനരാരംഭിച്ചപ്പോഴും പ്രതിപക്ഷം പിന്നീട് ബഹിഷ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങി പോവുകയായിരുന്നു. ഏതായാലും ഇന്ന് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചു എന്നതാണ്. പക്ഷേ പ്രതിപക്ഷ ആരോപണങ്ങൾക്കുള്ള മറുപടി മുഖ്യമന്ത്രിയുടെ വാക്കുകളിലുണ്ടായിരുന്നില്ല. അതേസമയം അന്വേഷണം നടത്തി കുറ്റക്കാരായ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നുള്ള ഉറപ്പ് മാത്രമാണ് മുഖ്യമന്ത്രി നൽകിയത്. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ രൂക്ഷമായ ഭാഷയിൽ മുഖ്യമന്ത്രി ഒപ്പം ഭരണപക്ഷ അംഗങ്ങളും വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും നാളെയും മറ്റന്നാളാണ് സഭാ സമ്മേളനം അവസാനിക്കുക. സമാനമായ പ്രതിഷേധം സഭയ്ക്കകത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് സർക്കാരും അതേപോലെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് ഈ സഭ സ്തംഭിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഒരു സർവകക്ഷി യോഗം ഇന്ന് സ്പീക്കർ വിളിച്ചിരുന്നു. കക്ഷിയോഗത്തിലേക്ക് പക്ഷേ പ്രതിപക്ഷ അംഗങ്ങൾ പങ്കെടുത്തില്ല. പ്രതിപക്ഷം അത് ബഹിഷ്കരിച്ചു. കാരണം കഴിഞ്ഞ 2 ദിവസം സഭ സ്തംഭിച്ച ഘട്ടത്തിൽ സ്പീക്കർ എന്തുകൊണ്ട് യോഗം വിളിച്ചില്ല എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. ഏതായാലും മന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞ ഒരു ഒത്തുതീർപ്പിനും പ്രതിപക്ഷം തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചു. അതിനപ്പുറത്തേക്ക് കടകംപള്ളിക്കെതിരെ വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് റോഷിപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്.